അപ്പോൾ ഹലോ, എന്താണ് പരിപാടി? ഇന്ന് ഈസ്റ്റർ ആണ്. പക്ഷെ വീഡിയോ ഇടുമ്പോൾ ഇന്നലെ ആയിരിക്കും ഈസ്റ്റർ. ഞങ്ങൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാൻ പോവാണ്. കുറേ നേരത്തിന് ഞാൻ വിചാരിച്ചപ്പോൾ കുറേ ദിവസമായിട്ട് ഞാനെല്ലാം ഈ വോയിസ് ഓവർ ചെയ്ത വീഡിയോ അല്ലേ. എനിക്കാണെങ്കിൽ ആക്ച്വലി വോയിസ് ഓവർ ചെയ്യാൻ വലിയ താല്പര്യമില്ല. പക്ഷെ ഇവളുമാരെ കൊണ്ട് വീഡിയോ എടുക്കുന്ന ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയതുകൊണ്ട് ഞങ്ങൾ വോയിസ് ഓവറിലേക്ക് മാറിയതാണ്. കുറേ യെസ്, അമ്മേന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അല്ല, അമ്മേന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒച്ച എപ്പോഴും കേൾക്കണ്ടല്ലോ എന്ന് എന്തോ. അപ്പൊ അമ്മേന്ന് വിളിച്ച് ആള് എന്റെ അടുത്ത് തിരിക്കുകയാണ് ഗായ്സ്. ബൂബു എന്താ കപ്പലിന്റെ മിഠായി കഴിച്ചോണ്ടിരിക്കുകയാണ്. ഇത് കപ്പലണ്ടി ഒന്നും അവള് എടുത്ത് കഴിക്കത്തില്ല. മുകളിലത്തെ ശർക്കര മാത്രം ഇങ്ങനെ അത് നമ്മൾ കഴിച്ചപ്പോൾ അവള് ചോദിച്ചപ്പോൾ ജസ്റ്റ് അവളെ അതിലോട്ട് കൊടുത്താൽ ഓക്കെ. കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ കുറേ നാളായില്ലേ നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. എനിക്കും ആക്ച്വലി സംസാരിക്കുന്നതൊക്കെ മറന്നു പോയെന്ന് കുറേ നാളായിട്ട് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം പിടിയും കോഴിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിഭവമാണ്. പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. പിന്നെ ഈസ്റ്റർ ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു പിടിയും കോഴി ഉണ്ടാക്കാം. ഇവര് ചേട്ടന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഡിന്നറാണ് എപ്പോഴും ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിന്നറിന് ഈസ്റ്റർ സ്പെഷ്യൽ പിടിയും കോഴി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ കം ഓൺ. അപ്പോൾ ആദ്യം ചിക്കൻ കറിയുടെ പരിപാടി തന്നെ തുടങ്ങുകയാണ്. കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചിട്ടൊരു 4-5 സവാള നന്നായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ആഡ് ചെയ്തു. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എനിക്ക് ചതച്ച് തരുന്നത് പെക്കിയാണ്. പെക്കിക്ക് ഇഷ്ടമാണ് ഈ ഒരു പരിപാടി. അപ്പോൾ പെക്കി എപ്പോഴും ഇത് ഞാൻ എടുക്കുന്ന സമയത്ത് ചതയ്ക്കാൻ വേണ്ടി ഓടി വരും. അപ്പോൾ ചേട്ടനും ഉണ്ട്. ബൂബു ഉറങ്ങുവാണ്. അപ്പോൾ ബൂബു കുറച്ച് നേരം എൻ്റെ അടുത്തേക്ക് ഇരുന്ന് വാശി കാണിച്ച് ഞാൻ കുറച്ച് പാലൊക്കെ കൊടുത്തപ്പോൾ ആൾ ഉറങ്ങി. അപ്പം ഞങ്ങൾ നല്ല വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുക്ക് ചെയ്തിട്ടൊക്കെ. അപ്പം ഞാൻ അധികം ഗ്രേവിയുള്ള കറിയല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. ചേട്ടൻ അത്ര ഇങ്ങനെ ഗ്രേവിയുള്ള കറി ഇഷ്ടം. ഗ്രേവി എന്ന് വെച്ചാൽ ചാറാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടന് കുറച്ച് കുഴഞ്ഞിരിക്കുന്ന കറിയാണ് ഇഷ്ടം. ഇതിൻ്റെ കൂടെ ആക്ച്വലി വറുത്തരച്ച കറിയാണ് കോമ്പിനേഷൻ എന്ന് അറിയാം. പക്ഷെ വറുത്തരച്ച കറി വെക്കാൻ സഭയില്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയും മുളക് പൊടിയും ചെറുതായിട്ടൊന്ന് വറുത്തുനിന്ന് മൂപ്പിച്ച് മാറ്റി വെക്കും. അതാണ് അങ്ങനെയാണ് മസാല ചേർക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഇതിന് അത്യാവശ്യം തേങ്ങാപ്പാൽ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫുൾ തേങ്ങ ആട്ടോ എടുക്കുന്നത്. അപ്പോൾ അത് ചേട്ടൻ ചുരണ്ടി അതിൽ നിന്ന് ഒരു പിടി തേങ്ങ എടുത്ത് അതും ചുവന്നുള്ളിയും ഒരു 3-4 ചുവന്നുള്ളി 2 വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ട് ചതച്ചിട്ട് ഒരു വലിയൊരു സോസ് പാൻ നിറച്ച് വെള്ളം വെച്ചു. എനിക്ക് ഇതിന് അളവ് പറഞ്ഞുതരാൻ അറിയില്ല, കാരണം എനിക്കും ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല. ഞാനൊരു വലിയ സോസ് പാനിൽ നിറച്ച് വെള്ളം അതിലേക്ക് അത് ഇട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ വാടി. അപ്പോൾ അതിലേക്ക് ഞാൻ ആ നേരത്തെ വറുത്ത് വെച്ചിരുന്ന, അതായത് ചൂടാക്കി വെച്ചിരുന്ന ആ മസാല ആഡ് ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ചു. ഞാൻ പൊൻകതിൻ്റെ റൈസ് പൗഡറാണ്, പുട്ടുപൊടിയോ ഇടിയപ്പം പത്തിരിപ്പൊടി എന്നൊക്കെ പറഞ്ഞ് കിട്ടത്തില്ലേ, അത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് അതിലേക്ക് ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ച്, അതായത് നല്ല തിളച്ച വെള്ളമാണല്ലോ, നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറേശ്ശെ വെള്ളം ഒഴിച്ച് സ്പൂൺ വെച്ച് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യണം. പിന്നെ അടുത്ത ട്രിപ്പ് വെള്ളം ഒഴിക്കണം. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ സ്പൂൺ വെച്ച് ഇപ്പോൾ മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം ചൂടുവെള്ളമാണല്ലോ. അപ്പോൾ സ്പൂൺ വെച്ച് പതിയെ മിക്സ് ചെയ്യണം. അതാണ് അതിൻ്റെ രീതി. ഞാൻ കുറച്ച് എന്നിട്ട് ഇത് ആക്ച്വലി കൈകൊണ്ടും കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. പക്ഷേ ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഈ ഒരു സമയമാകുമ്പോൾ അതിനെ റെസ്റ്റ് ചെയ്യാൻ വിടുക. കുറച്ച് ചൂടാറിയിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറിയുടെ ഗ്രേവി ഏകദേശം റെഡിയായി. അതിലേക്ക് ഞാൻ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ ഞാൻ കുറച്ച് സെലക്റ്റഡ് പീസസ് ആട്ടോ എടുത്തത്. നല്ല മാംസമുള്ള പീസസ്, അധികം എല്ലില്ലാത്ത പീസസാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിനെല്ലാം ആ മസാലയിലേക്ക് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തു. വെള്ളമൊന്നും ഒഴിച്ചിട്ടല്ല ഞാൻ വേവിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് ഞാൻ വേവിക്കാൻ പോവാണ്. അപ്പോഴേക്കും നമ്മുടെ മാവ് എന്തായാലും നോക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നല്ല ചൂടുള്ള മാവിനെ കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. ഈ ഒരു സ്റ്റെപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, കാരണം എന്നാലാണ് നമുക്ക് ആ ഉരുളകൾ ഉരുട്ടിയെടുക്കുമ്പോൾ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അത് മാത്രമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതിങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാനിത് ആദ്യമായിട്ടോ, ഞാൻ കുറേ യൂട്യൂബ് വീഡിയോസ്, കുക്കിംഗ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് കുറേ 2-3 വീഡിയോ കണ്ടിട്ട് അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട് ചെയ്യുവാട്ടോ. എല്ലാത്തിൻ്റെയും കുറച്ച് നല്ല ഭാഗങ്ങൾ ഇട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എന്താകും, പ്രോട്ടീൻ അനസ് ചിലപ്പം കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. എന്തായാലും നോക്കാം. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ ബോൾസ് ആക്കാൻ പോവാം. പിന്നെ ഇത് അധികം ചൂടാറാതെ തന്നെ, അതായത് ഈ ഒരു ഇപ്പം നമുക്ക് കൈവച്ച് പിടിക്കാൻ പറ്റുന്ന ചൂട് തന്നെ ബോളാക്കി വെക്കണം. വെക്കി നമ്മളൊരു കുഞ്ഞു ബോൾസ് ഉണ്ടാക്കി തരണം നമുക്ക് കേട്ടോ. മനസ്സിലായി, ഇതിന് ജീരകം ഇട്ടിട്ടുണ്ട്. ജീരകപ്പൊടിയാടാ, ജീരകമല്ല. ഓക്കെ എന്തായാലും വെക്കിയാണ് എന്നെ പിടി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ചേട്ടന് വരും ക്യാമറ ഓഫ് ചെയ്തിട്ട്. സോ ഞങ്ങൾ എല്ലാവരും കൂടെ പിടി ഉണ്ടാക്കാൻ പോരാ.
അങ്ങനെ ഞാനും പെക്കിയും കൂടെ കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ഉരുട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബൂബു നല്ല ഉറക്കമാണ്. അപ്പോൾ പെക്കി ആദ്യം റൗണ്ട് പോലെ ആവണില്ല പെക്കിക്ക്, എന്നാലും പെക്കി ട്രൈ ചെയ്ത് എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. പെക്കിക്ക് ഇങ്ങനെയൊക്കെ കിച്ചണിൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും എപ്പോഴും എൻ്റെ കൂടെ കിച്ചണിൽ തന്നെയാണ്. ഞാൻ കിച്ചണിലുണ്ടെങ്കിൽ പെക്കി ഉണ്ടാവും. ഇതുപോലെ ചിലപ്പോൾ സൈഡിൽ നിന്ന് ഉള്ളി വിളിക്കുക അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കൂടെ ഇങ്ങനെ കിച്ചണിൽ നിൽക്കാൻ. അപ്പോഴേക്കും നമ്മുടെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത്യാവശ്യം സെറ്റായി. ഇനി ഇതിനെ നന്നായിട്ട് വരട്ടിയെടുക്കാനാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേക്കും ബോൾസ് ഉരുട്ടി ഞാനും പെക്കി ക്ഷീണിച്ചു. ഞങ്ങൾ ഇന്ന് റെസ്റ്റ് എടുക്കാൻ പോയ സമയത്ത് ഒരു പ്ലേറ്റ് ഫുൾ ഞങ്ങളാട്ടോ ഉരുട്ടിയത്. അപ്പം മറ്റേ പ്ലേറ്റ് ഫുൾ ചേട്ടൻ ഒറ്റയ്ക്ക് ഉരുട്ടി വെക്കുവാണ്. അപ്പോൾ ഇനി പിടി വേവിക്കാനുള്ള വെള്ളം നമുക്ക് റെഡിയാക്കാം. ഒരു പകുതി തേങ്ങാപ്പാലും ഒരു 1.5 കപ്പ് വെള്ളവും പിന്നെ നമ്മൾ നേരത്തെ പിടിയുടെ മാവ് കുഴയ്ക്കാൻ യൂസ് ചെയ്ത വെള്ളത്തിൻ്റെ ബാലൻസും കൂടെ ഒഴിച്ചിട്ട് അതിനെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചു ഞാൻ. അപ്പോഴേക്കും നമ്മൾ ചിക്കൻ കറി റെഡിയായി. അതിലേക്ക് ഞാൻ കുറച്ച് തക്കാളിയൊക്കെ ആഡ് ചെയ്തു. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ തക്കാളി ആഡ് ചെയ്യാം കേട്ടോ, ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോഴേക്കും നമ്മൾ കറി ഓൾമോസ്റ്റ് റെഡിയായി. ഇനി ഞാൻ വേറൊരു കാര്യം ചെയ്യുന്നത്, കുറച്ച് അരിപ്പൊടിയിലേക്ക് നമ്മൾ പിടിക്ക് യൂസ് ചെയ്ത അതേ അരിപ്പൊടിയിലേക്ക് കുറച്ച് ഒരു 2 ടീസ്പൂൺ തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. അത് നമുക്ക് പിടിയുടെ ലാസ്റ്റ് സ്റ്റേജിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ചു. അതിലേക്ക് ഓരോരോ പിടികളായിട്ട് എടുത്തിടണം, കാരണം അത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോ. നല്ല തിളച്ച വെള്ളമാണ്, പക്ഷേ പിടി വീഴുമ്പോഴത്തേക്കും ആ തിള കുറച്ച് നിൽക്കും, കാരണം തണുത്താണല്ലോ പിടി ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ചിക്കൻ കറിയിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ ഇട്ട് ഞാൻ സെറ്റ് ചെയ്തിട്ട് ചിക്കൻ കറീനെ അവിടെ മാറ്റി വെച്ചു. അപ്പോൾ ഒരു 10-25 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ പിടിയുടെ കാര്യം ഏകദേശം സെറ്റായി. ഈ ഒരു ടൈമിൽ ഒരു പകുതി തേങ്ങയുടെ പാൽ, ഇത് വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഒരെണ്ണം എടുത്തിട്ട് കട്ട് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു സമയത്ത് ഒരു പകുതി തേങ്ങയുടെ പാൽ ഞാൻ ആഡ് ചെയ്യുവാണ്. നല്ല കട്ടിയുള്ള പാൽ ഞാൻ ആഡ് ചെയ്യുവാണ്. കൂടെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അരിപ്പൊടിയും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ആ ഒരു മിക്സറും കൂടെ ഈ സമയത്ത് ആഡ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യും. ഓഫ് ചെയ്തിട്ട് ഇത് അടച്ച് വെക്കാൻ പോവാണ്. ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം. റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തെ ആ കുറുകി വരുള്ളൂ. ഇതൊരു 10-20 മിനിറ്റ് ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ഇത് കുറുകി വന്നതാണ്. ഇനി ഇത് നമ്മൾ മാറ്റുവാണ്. ഇതിന് ആക്ച്വലി ഒരു 1 മണിക്കൂർ വരെയെങ്കിലും ഇത് വെക്കണം, അപ്പോഴാണ് അത് ശരിക്കും കുറുകി വരുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാനിത് നമ്മളീ ഉണ്ടാക്കിയതിൻ്റെ കൊതി കാരണം ഞാനിതിനെ മാറ്റുവാണ്. അപ്പോഴേക്കും ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൊടുക്കണം. പിന്നെ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ വിളിച്ച സമയത്ത് ഞാനിവിടെ പിടിയും കോഴിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് വരുവാണെന്ന് പറഞ്ഞു. അപ്പോൾ ആകപ്പാടെ ഇത്ര ഉണ്ടാക്കിയുള്ളൂ. എന്തായാലും നമ്മളെല്ലാവരും കൂടെ ഈസ്റ്റർ ആണല്ലോ, അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് ഉള്ളത് കൊണ്ടോണം പോലെ നമ്മൾ കഴിക്കാൻ പോവാണ്. എനിക്കെന്തായാലും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പിടി ഉണ്ടാക്കുന്നത്. അത് നന്നായിട്ട് വന്നിട്ടുണ്ട്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ ഇടയ്ക്ക് 1-2 അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ഓൾറെഡി അമ്മയ്ക്ക് പോകണം, അപ്പോൾ അമ്മ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മ ഇത് മുമ്പ് കണ്ടിട്ടുണ്ട്, പക്ഷെ അമ്മ ആദ്യമായിട്ടാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു. ഇത് ചേട്ടൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അമ്മ അത്യാവശ്യം നന്നായിട്ട് കഴിച്ചു. പെക്കിക്കുഞ്ഞ് കഴിച്ചു നോക്കുകയാണ്. പെക്കിക്കുഞ്ഞിന് നല്ല ചൂടാണ്, പിന്നെ പെക്കി വെറുതെ കളിപ്പിക്കൽ കഴിപ്പാണ്. അപ്പോൾ ചേട്ടൻ ഫ്രണ്ട്സൊക്കെ വന്നു, പിന്നെ ചേട്ടൻ അനിയനും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവരൊക്കെ പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെ ഈ സാധനം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുമ്പ് കഴിച്ച ആൾക്കാരായതുകൊണ്ട് അവർ നല്ലതെന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ എന്തായാലും എൻ്റെ ഈ ഈസ്റ്റർ സ്പെഷ്യൽ ഡിഷ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒബ്വിയസ്ലി ഇത് ഒരുപാട് ആൾക്കാർ ഉണ്ടാക്കി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. എന്നാലും എൻ്റെ രീതിയിൽ ചിക്കൻ കറിയും ഇതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ പിടിയും കോഴിയും വീട്ടിലുണ്ടാക്കുന്നവരും ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സോ ബൈ.